നമസ്കാരം, ഹാപ്പി ന്യൂ ഇയർ. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും റീൽസിലും ഒക്കെ ഭയങ്കര വൈറലായിട്ടൊരു പാട്ടുണ്ടല്ലോ. ആ പാട്ടൊന്ന് കേട്ടാലോ ആദ്യമേ. സോറി, പാട്ട് പ്ലേ ചെയ്യാൻ പറ്റുന്നില്ല, യൂട്യൂബ് സമ്മതിക്കുന്നില്ല. പാട്ട് ഇതാണ്, മറ്റേ കിഴക്ക് സൂര്യൻ ഉദിച്ചല്ലോ. ഇത് ഫെജോ എന്ന് പറഞ്ഞ റാപ്പറിന്റെ വഴികാട്ടി എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ആ പാട്ട് ആ വർഷം നിങ്ങളെല്ലാവരും കേട്ടതാണ്, പ്രത്യേകിച്ച് കേൾപ്പിക്കേണ്ട ആവശ്യമില്ല. പാട്ട് കേട്ടല്ലോ, പാട്ട് കേട്ടില്ലോ അല്ലേ? ഈ സംഭവം ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ എല്ലാവരും റീൽസ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ പാട്ട് എനിക്ക് തോന്നുന്നു ഇത്രയും ഹിറ്റായത്. ശരിക്കും നിങ്ങൾ കേൾക്കുന്ന വേർഷൻ ഫെജോ എന്ന് പറഞ്ഞ റാപ്പർ ചെയ്ത വഴികാട്ടി എന്ന് പറയുന്ന ആൽബത്തിലെ ഒരു 4 വരിയാണ്. ശരിക്കും ഈ പാട്ട് പാടിയിരിക്കുന്നത് നിങ്ങൾക്കറിയാം, ദലീമ എന്ന് പറയുന്ന ഇപ്പോഴത്തെ അരൂർ MLA ആയിട്ടുള്ള ദലീമ. അവർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വളരെ അനുഗ്രഹീതയായ ഡിവോഷണൽ രംഗത്ത് ഏറ്റവും അധികം ഗാനങ്ങൾ പാടിയിട്ടുള്ള ഒരു ഗായികയാണ്, അനുഗ്രഹീതയായ ഗായികയാണ്. ശരിക്കും ഈ പാട്ട് 2003 ഇറങ്ങിയ സഞ്ചാരി എന്ന് പറയുന്ന ഒരു ഡിവോഷണൽ ക്രിസ്ത്യൻ ഡിവോഷണൽ ആൽബത്തിലെ സഞ്ചാരി എന്ന് പറയുന്ന ആൽബത്തിലെ ഒരു പാട്ടാണ്. ഇതിന് മ്യൂസിക് ചെയ്തിരിക്കുന്നത് വയലിൻ ജേക്കബ് എന്ന് പറയുന്ന വളരെ ലെജൻഡറി ആയിട്ടുള്ള ഒരു മ്യൂസിഷ്യനാണ്, അറിയാമല്ലോ. അപ്പോൾ അത്രയും ഒരു തികച്ചും ക്രിസ്തീയ ഗാനമാണിത്. ഈ ക്രിസ്മസ് സമയത്ത് ഈ പാട്ടെടുത്തിട്ട് സെക്കുലറായിട്ടൊരു കണ്ടന്റാണ് ഈ മിസ്റ്റർ ഫിജോ അദ്ദേഹം ചെയ്തു വെച്ചേക്കുന്നത്. എന്തിനാണ് അങ്ങനെ ചെയ്തേക്കുന്നത് മനസ്സിലായില്ല. ഈ പാട്ടിനെ റീമിക്സ് ചെയ്തതായിരുന്നെങ്കിൽ മനസ്സിലാക്കുമായിരുന്നു. പക്ഷേ ഈ പാട്ടിനെ 4 വരി മാത്രമേ എടുത്തിട്ടുള്ളൂ. ബാക്കി വേറെന്തോ ഒരു കണ്ടന്റാണ് പുള്ളി ചെയ്തേക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത്ര സുഖമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞത്രേ ഉള്ളൂ. ആക്ച്വലി 2003 ഇറങ്ങിയ സഞ്ചാരി എന്ന പറഞ്ഞ ആൽബത്തിലെ ഒരു പ്യൂറായിട്ടുള്ള ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്ങാണ്. ഈ കാര്യമായിട്ടുള്ളത് വ്യത്യാസം വരുത്തിയിട്ടില്ല. അത് 2003 ടെക്നോളജി അനുസരിച്ചിട്ടുള്ള ഒരു ഓർക്കസ്ട്രേഷൻ, മാന്യമായിട്ടുള്ള ഓർക്കസ്ട്രേഷനുള്ള ഒരു പാട്ടായിരുന്നു. ഈ ഡിവോഷണൽ സാധനം എടുത്തുകൊണ്ട് പോയി സെക്കുലറാക്കി ആൾക്കാർ ഇൻസ്റ്റയിൽ വേറെ എന്തൊക്കെയോ സ്റ്റെപ്പൊക്കെ ഇട്ട് റീൽസ് ചെയ്ത് കണ്ടപ്പോഴാണ് മഹാവൃത്തികേടായിട്ട് തോന്നുന്നു ശരിക്കും. അപ്പോൾ ശരിക്കും ഇതൊരു ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്ങാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമായിരുന്നു എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക. അറിയാവുന്നതുകൊണ്ട് തന്നെ ആണ് ഇങ്ങനെയൊക്കെയാണ് ട്രെൻഡ് പോകണമെങ്കിൽ ഇതൊരു മോശം ട്രെൻഡായിട്ട് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറഞ്ഞതാണ്. താങ്ക് യു.